കർണാടകയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വ്യക്തി തർക്കമായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ. എന്തായിരിക്കാം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആ തർക്കം? കർണാടകയിലെ സവദത്തി താലൂക്കിലെ ഹൂലിക്കെട്ടി ഗ്രാമത്തിലാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ 49-കാരനായ ബസപ്പ ഹൊസമണിയെ ഇരയ്യ സംഗയ്യ മഠപതി എന്ന വ്യക്തി വടിവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് കാരണമാകട്ടെ 10 വർഷം മുൻപുണ്ടായ ഒരു സംഭവം. ഏകദേശം 10 വർഷം മുൻപായിരുന്നു പ്രതിയായ ഇരയ്യയുടെ മാതാവിനൊപ്പം ഈ കൊല്ലപ്പെട്ട ഹൊസമണി അവരുടെ ഗ്രാമത്തിൽ നിന്നും ഒളിച്ചോടി പോകുന്നത്. മഹാരാഷ്ട്രയിലെ കോലപ്പൂരിലേക്കായിരുന്നു ഇരുവരും പോയത്. സംഭവം നടന്ന കാലങ്ങളോളം ഇരയ്യ തന്റെ അമ്മയെയും ഹൊസമണിയെയും പലയിടത്തും തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. അങ്ങനെ ഇരിക്കെയാണ് 10 വർഷത്തിനു ശേഷം ഹൊസമണി നാട്ടിൽ തിരിച്ചെത്തിയ വിവരം ഇരയ്യ അറിയുന്നത്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ഹൊസമണിക്കൊപ്പം ഇരയ്യയുടെ അമ്മയുണ്ടായിരുന്നില്ല. ആ സ്ത്രീയെ കോലപ്പൂരിൽ ഉപേക്ഷിച്ചായിരുന്നു ഹൊസമണി ഗ്രാമത്തിലേക്ക് ജോലിക്കായി തിരിച്ചെത്തിയത്. ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇരയ്യയെ ചൊടിപ്പിച്ചു. അവസരം കാത്തിരുന്ന പ്രതി തക്കം കിട്ടിയപ്പോൾ ഹൊസമണിയെ വടിവാൾ കൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. സംഭവത്തിന് പിന്നാലെ പ്രതി തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥർ എത്തുന്നതുവരെ സ്ഥലത്ത് തുടരുകയും ചെയ്തുവെന്നാണ് പോലീസ് വിടുന്ന വിവരം. സംഭവത്തെപ്പറ്റി ഹൊസമണിയുമായി ബന്ധപ്പെട്ട ಆಳುകളുടെ ചില പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ನಮ್ಮ ಅಪ್ಪಾರು 15 ವರ್ಷದಿಂದ ಕೊಲ್ಲಾಪುರದಾಗ ಇರ್ತಿದ್ವಿ ರೀ. ನಾವೆಲ್ಲ ಫ್ಯಾಮಿಲಿ ಕೂಡ ಅಲ್ಲೇ ಇರ್ತಿದ್ವಿ ರೀ. ನಮ್ಮ ಅಪ್ಪಾರು ಗೌಂಡಿ ಮಿಸ್ತ್ರಿ ಇದಾಗಿದ್ದು ರೀ. 15 ವರ್ಷದಿಂದ ಹಳೆಯ ವೈಷಮ್ಯ ಇತ್ತ ದ್ವೇಷದಿಂದ ಹಿಂಗೆ ಮಾಡಿದ್ದಾರೆ. ನಮಗೂ ಹಿಂದೆ ಏನಾಗಿದ್ದಾಗ ಗೊತ್ತಿಲ್ಲ ರೀ ಸರ. ಈ ಕೊಲೆಗಾರನ ನಮ್ಮ ಕಾಕಾರ ಹಿಂಗೆ ಫೋನ್ ಹಚ್ಚಿ ಹೇಳಿದ್ರೆ ಹಿಂಗಾಗೈತಿ ಘಟನೆ ಅಂಥೇಳಿ. ಅದ್ರಾಗ ಒಂದು 3-4 ಜನ ಅಂತೇಳಿ ಹೊಡೆದಿದ್ದಾರೆ ರೀ ನಮ್ಮ ಅಪ್ಪಾರನ್ನ. ಒಬ್ಬರದ ಹೆಸರು ಗೊತ್ತಿರೋದು ನನಗೆ ಇರಯ್ಯ ಮಠಪತಿ ಅಂತ, ಮತ್ತು ಉಳ್ಕಾದದ್ದು ಏನು ಗೊತ್ತಿಲ್ಲ. ಅಪ್ಪ ಅಕ್ಕ ತಮ್ಮ ನಮ್ಮ ಮಮ್ಮಿಯರು ಎಲ್ಲರೂ ಅಲ್ಲೇ ಇದ್ದರು. ನಾನಿಲ್ಲಿ ಬೆಳಗಾವಿದಾಗ ഇല്ലേ കോളേജിലേക്ക് എത്തി. സംഭവം ഏതായാലും വലിയ തരത്തിലുള്ള വാർത്തയായിരിക്കുകയാണ് ഇപ്പോൾ കർണാടകയിൽ. നിലവിൽ സവദത്ത് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.